ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒക്കെ കണ്ട ഒരു പ്രതിഭാസമാണ്. ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ്. ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത്. അപ്പോൾ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല. അത് കാരണമാണ് ഈ പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും ഇത്തവണ ഇറങ്ങിയിട്ടില്ലെന്നതുകൊണ്ടാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും ഇതേ പ്രതിഭാസമാണ് കണ്ടത്. വടകരയിൽ UDF തോൽക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ മറിച്ചാണുണ്ടായത്. അതുതന്നെ ഇവിടെയും സംഭവിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല. പൊന്നാനിയിൽ 2.5 ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട്. വടകരയിൽ UDF തോറ്റു എന്നാ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ. അതേപോലെ വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. EP ജയരാജൻ വിഷയത്തിൽ LDF എല്ലാ ഇലക്ഷനുകളിലും ഓരോ ബോംബ് പൊട്ടിക്കും. 1-2 എണ്ണം EP തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊട്ടി പുറത്തു വരുന്നതാണോ എന്ന് അറിയില്ല. ഒരുപാട് ആളുകൾ അമർഷം കടിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് നാളുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോംബെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഒരേയൊരു കാരണമേ ഉള്ളൂ. VS ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ് പ്രശ്നം. നിസാർ കമ്മീഷനെ വച്ചത് അവരാണ്. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷനാണ്. വഖഫ് പ്രശ്നത്തിന്റെ കുത്തക അവകാശം LDFന് മാത്രമാണുള്ളതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVOC ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.